കലണ്ടറിലെയും ജ്യോതിഷത്തിലെയും വളരെ സവിശേഷമായ ഒരു മാസമാണ് കർക്കിടകം. ജ്യോതിഷപരമായും ആചാരപരമായും ഈ മാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ജ്യോതിഷപ്രകാരം സൂര്യൻ കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കിടക മാസം. സൂര്യൻ്റെ ഉത്തരായന ചലനം കഴിഞ്ഞ് ദക്ഷിണായനത്തിലേക്ക് പ്രവേശിക്കുന്ന സംക്രാന്തി കൂടിയാണിത്. കേരളീയരെ സംബന്ധിച്ച് ഇത് കഠിനമായ മഴയുടെയും വറുതിയുടെയും കാലമായിരുന്നതിനാൽ ഇതിനെ കള്ളക്കർക്കിടകം എന്ന് വിളിച്ചിരുന്നു. രോഗപീഠകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടാൻ ആളുകൾ ആത്മീയതയെ അഭയം പ്രാപിക്കുന്നതിനാൽ ഇതിനെ രാമായണ മാസം എന്ന് വിളിക്കുന്നു. കർക്കിടകത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, വിലക്കുകൾ. ജ്യോതിഷപരമായും പരമ്പരാഗതപരമായും കർക്കിടക മാസം പൊതുവെ ശുഭകാര്യങ്ങൾക്ക് അനുകൂലമല്ലെന്നാണ് വിശ്വാസം. ഈ മാസത്തിൽ ഒഴിവാക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ശുഭകാര്യങ്ങൾ തുടങ്ങരുത്. വിവാഹം, ഗൃഹപ്രവേശം, പുതിയ ബിസിനസ് തുടക്കം, മണ്ഡപം പണി എന്നിവയൊന്നും സാധാരണയായി കർക്കിടകത്തിൽ നടത്താറില്ല. പുതിയ വീട് പണി തുടങ്ങരുത്. പുതിയ വീടിന് തറക്കല്ലിടുന്നതും ഈ മാസത്തിൽ ഒഴിവാക്കുന്നു. എന്നാൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് തടസ്സമില്ല. വാഹനങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും വാങ്ങൽ. പുതിയ വാഹനം വാങ്ങുന്നത് പൊതുവെ ഈ സമയത്ത് ഒഴിവാക്കാറുണ്ട്. യാത്രകൾ, ദൂരയാത്രകൾ, പ്രത്യേകിച്ച് തീർത്ഥാടനങ്ങൾ അല്ലാത്ത വിനോദയാത്രകൾ ഈ മാസത്തിൽ കുറയ്ക്കുന്നത് നല്ലതാണെന്ന് കരുതപ്പെടുന്നു. പഴയ കാലത്ത് കനത്ത മഴയും പകർച്ചവ്യാധികളും കാരണമാണ് ഈ വിലക്ക് വന്നത്. തർക്കങ്ങളും കലഹങ്ങളും. മനസ്സും ശരീരവും ശുദ്ധമായി സൂക്ഷിക്കേണ്ട കാലമായതിനാൽ കലഹങ്ങളിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കണം. കർക്കിടക മാസം ഭൗതികമായ നേട്ടങ്ങൾക്കോ ആർഭാടങ്ങൾക്കോ ഉള്ളതല്ല. മറിച്ച് ശരീര സംരക്ഷണത്തിനും കർക്കിടക കന്നി, ആയുർവേദ ചികിത്സകൾ, ആത്മീയ ഉത്കർഷത്തിനുമുള്ള രാമായണ പാരായണത്തിൻ്റെ സമയമാണ് ജ്യോതിഷത്തിലും ആചാരങ്ങളിലും കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ് കർക്കിടകത്തിൽ ശുഭകാര്യങ്ങൾ ചെയ്യാത്തത്? ജ്യോതിഷപ്രകാരം സൂര്യൻ കർക്കിടകൻ രാശിയിലേക്ക് കടക്കുന്നതോടെ ദക്ഷിണായനം ആരംഭിക്കുകയായി. ദക്ഷിണായന കാലം ദേവന്മാരുടെ രാത്രികാലമായാണ് സങ്കല്പിക്കപ്പെടുന്നത്. ഈ സമയത്ത് പോസിറ്റീവ് ഊർജം കുറവായിരിക്കുമെന്നും തന്മൂലം മംഗളകർമ്മങ്ങൾക്ക് അനുകൂലമായ മുഹൂർത്തങ്ങൾ കുറവായിരിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് വിവാഹം, പൂണൂൽ കല്യാണം, പുതിയ തൊഴിൽ തുടങ്ങൽ എന്നിവ ഈ മാസത്തിൽ ഒഴിവാക്കുന്നത്. രാശിചക്രത്തിലെ 4ാമത്തെ രാശിയാണ് കർക്കിടകം. ഇതിൻ്റെ അധിപൻ ചന്ദ്രനാണ്. ചന്ദ്രൻ മനസ്സിൻ്റെയും വികാരങ്ങളുടെയും പ്രതീകമാണ്. കർക്കിടക മാസത്തിൽ സൂര്യൻ ചന്ദ്രൻ്റെ രാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആളുകളിൽ വൈകാരികമായ മാറ്റങ്ങളും ചിന്താക്കുഴപ്പങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. മനസ്സിന് ശാന്തി നൽകാനാണ് ഈ മാസത്തിൽ ഈശ്വര ഭജനത്തിന് പ്രാധാന്യം നൽകുന്നത്. ഒഴിവാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ. കുടുംബം മാറി താമസിക്കൽ. കർക്കിടക മാസത്തിൽ വാടക വീടുകളോ പുതിയ വീടുകളോ മാറി താമസിക്കുന്നത് നല്ലതല്ലെന്നാണ് പഴയ ആളുകൾ പറയാറ്. കാട് വെട്ടിത്തെളിക്കൽ, മരം മുറിക്കൽ, പ്രകൃതിയെ ദ്രോഹിക്കുന്ന കാര്യങ്ങൾ ഈ മാസത്തിൽ പരമാവധി ഒഴിവാക്കും. ചെടികളും മരങ്ങളും നടാൻ നല്ല സമയമാണെങ്കിലും കാട് വെട്ടുന്നതും മരം മുറിക്കുന്നതും ഈ മാസം ചെയ്യാറില്ല. ആർഭാട ഭക്ഷണങ്ങൾ. ദഹന പ്രക്രിയ മന്ദഗതിയിലാക്കുന്ന സമയമായതിനാൽ എണ്ണപ്പലഹാരങ്ങളും അമിത കൊഴുപ്പുള്ള ഭക്ഷണങ്ങളും പരമാവധി ഒഴിവാക്കണം. കർക്കിടകത്തിൽ തീർച്ചയായും ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ. രാമായണ പാരായണം. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തി രാമായണം വായിക്കുന്നത് വീടിനും മനസ്സിനും ഐശ്വര്യം നൽകും. ശരീരശുദ്ധി. പഴയ വിഷാംശങ്ങൾ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ പറ്റിയ സമയമാണിത്. കർക്കിടക കഞ്ഞി കുടിക്കുന്നതും
ആയുർവേദ ഉഴിച്ചിൽ നടത്തുന്നതും രോഗപ്രതിരോധ ശേഷി കൂട്ടും. പിതൃതർപ്പണം. കർക്കിടക മാസത്തിലെ കർത്തവാവ് ദിവസം മൺമറഞ്ഞുപോയ പിതൃക്കൾക്ക് ബലിയിടുന്നത് കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് ഉത്തമമാണ്. നാലമ്പല ദർശനം. മധ്യ കേരളത്തിൽ വളരെ പ്രസിദ്ധമായൊരു ആചാരമാണിത്. തൃപ്പയാർ, ഇരിഞ്ഞാലക്കുട, മൂഴിക്കുളം, പായമ്മൽ എന്നീ 4 ക്ഷേത്രങ്ങളിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തുന്നത് വലിയ പുണ്യമായി കരുതപ്പെടുന്നു. ചുരുക്കത്തിൽ കർക്കിടകമെന്നാൽ വറുതിയുടേതു മാത്രമല്ല, വരും വർഷത്തേക്ക് ശരീരത്തെയും മനസ്സിനെയും ഒരുക്കിയെടുക്കാനുള്ള ഒരു ഡിറ്റോക്സ് കാലം കൂടിയാണ്.